ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ സിമ്പിളായിട്ടുള്ള ഒരു ഊണും പായസമാണ്. ആദ്യം ചോറാണ് ഉണ്ടാക്കുന്നത്. കുക്കറിലാണ് ചോറുണ്ടാക്കുന്നത്. ഒരു കപ്പ് അരി 3-4 പ്രാവശ്യം കഴുകി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് 10 മിനിറ്റ് കുതിർത്ത് വെക്കണം. ഇതുപോലെ 10 മിനിറ്റ് കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ അരി നല്ല വൃത്തിയായി കഴുകി കിട്ടും. ഇനി അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു കപ്പ് അരിക്ക് 8 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വേവ് കൂടുന്നതിനനുസരിച്ചിട്ട് ഒരു കപ്പ് വെള്ളം കൂടെ അധികം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതുപോലെ തള വരുന്ന സമയത്ത് കുക്കർ അടച്ച് വിസിൽ ഇടുന്നതിന് മുമ്പിൽ ആവി പോകുന്ന സമയത്ത് വിസിലിട്ട് കൊടുത്താൽ മതി. ആവി പോകുമ്പം വിസിലിട്ട് കൊടുത്ത് സിമ്മിലിട്ട് ഒരു വിസിൽ വരുന്ന സമയത്ത് ഓഫ് ചെയ്താൽ ചോറ് പാകത്തിന് റെഡിയായി കിട്ടും. ഇനി ഒരു പിടി പരിപ്പ് കുക്കറിൽ വേവിച്ച് വെക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, ജീരകം, ഉലുവ കുറച്ചിട്ട് കൊടുത്ത് പൊട്ടിയ ശേഷം ഒരു സവാളയും 5-6 വെണ്ടയ്ക്കും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ പിരിയമുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും ചേർത്ത് പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുത്ത് 2 തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണം. വേവിച്ച് വെച്ച പരിപ്പും ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും പിഴിഞ്ഞൊഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ തിളച്ച് കുറുകി വരുമ്പോൾ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്താൽ സാമ്പാർ റെഡിയായി. ഇനി ഒരു ചെറിയ കഷ്ണം കപ്പക്ക, ഒരു കഷ്ണം കാമ്പ് നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. കപ്പക്ക ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച കപ്പക്കയും കാമ്പും ഇട്ട് കൊടുത്ത് 2-3 പച്ചമുളക് ഇല്ലെങ്കിൽ കാന്താരി ചേർത്ത് കൊടുക്കുക. കാന്താരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാന്താരിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ തിരുമ്പി മയപ്പെടുത്തിയെടുക്കണം. കാമ്പും പപ്പായയും നല്ലപോലെ തിരുമ്പി മയപ്പെടുത്തിയെടുത്ത ശേഷം നല്ല കട്ടത്തേര്, പുളിയില്ലാത്ത കട്ടത്തേര് കുറച്ച് ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുത്താൽ നമ്മുടെ പപ്പായ സാലഡ് റെഡിയായി. ഇനി ഒരു നേന്ത്രക്കായ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പിരിയമുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കണം. ഒരു കഷ്ണം പപ്പായ, ഒരു കഷ്ണം ചേനത്തണ്ട്, ഒരു കഷ്ണം വെള്ളരിക്ക നീളത്തിൽ മുറിച്ച് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ പിരിയമുളക് പൊടിയും ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം. ഒരു ചെറിയ കഷ്ണം കാമ്പ് ചെറുതായി അരിഞ്ഞ് തോരൻ വെക്കാൻ പാകത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കണം. ഒരു 10 ചെറിയ ഉള്ളിയും 2-3 പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ചതച്ചെടുത്ത തേങ്ങയും കുറച്ച് ചതച്ചെടുത്ത വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി അവിയലിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും നനച്ച് ഈ വെള്ളത്തിൽ തന്നെ വാങ്ങി വെക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ വെള്ളമെല്ലാം ആറിക്കിട്ടും. കാമ്പിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്ത് തേങ്ങയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് വാങ്ങി വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കടുകും അരിയും വറ്റൽമുളകും കറിവേപ്പിലയും വറുത്ത് ചേർത്ത് കൊടുത്ത് ഇനി അവിയലിലേക്ക് ചേർക്കാൻ കുറച്ച് വെളുത്തുള്ളിയും ചെറിയുള്ളിയും കറിവേപ്പിലയും തൈരും ജീരകവും എല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും നനച്ച് ഇളക്കി യോജിപ്പിച്ച് നമ്മൾ അവിയൽ റെഡിയായി. ഇനി ഒരു വിസിൽ വന്ന് കുക്കർ തുറന്നു. ചോറ് പാകത്തിന് വെന്ത് വെള്ളമെല്ലാം റെഡി ആയിട്ടുണ്ട്. വെള്ളമെല്ലാം ഇതിൽ തന്നെ ഉണ്ട്. ഇനി ഈ മൂടി തുറന്ന് അതിൻ്റെ ബെൽറ്റ് എടുത്ത് മാറ്റി അടച്ചു വെച്ച് ബെൽറ്റ് മാറ്റണം. ബെൽറ്റ് മാറ്റി അടച്ചു വെച്ച് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കമഴ്ത്തിയാൽ വെള്ളമെല്ലാം വാർന്ന് ചോറ് നല്ല പാകത്തിന് റെഡിയായി കിട്ടും. ഇനി കുക്കറിലേക്ക് ഒരു പൊടി അരിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് 3 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഉണക്കലരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര ചേർത്ത്
വരട്ടിയെടുക്കണം. അരമുറി തേങ്ങ ചിരകി പാലും ചേർത്ത് പായസം റെഡിയായി. ഇലയിലാണ് ഇന്നത്തെ ഊണ് കഴിക്കുന്നത്. ഇലയിലേക്ക് ചോറ് വിളമ്പി, ചോറ് നല്ല വെള്ളമെല്ലാം വാർന്ന് നല്ല ചോറായി കിട്ടും. ഇങ്ങനെ കുക്കറിൽ വെച്ചാൽ നിങ്ങൾ ഇതുപോലെ വെച്ചിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ വെച്ച് നോക്കണം. ഇനി കറികളെല്ലാം വിളമ്പ: പപ്പായ സാലഡ്, കാമ്പുപ്പേരി, കായ ഉപ്പേരി, അവിയൽ, സാമ്പാർ എല്ലാം കൂട്ടി ചോറുണ്ട്. അവസാനം പായസവും കൂടിയുണ്ട്. ഇതുപോലെ പായസം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കി ഇടയ്ക്ക് നമുക്കൊന്ന് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പായസമാണിത്. ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ്.